അല്ല സതീശൻ സാറേ, LDF ചെയ്യാത്ത കാര്യങ്ങൾ പോലും LDFന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവരങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യുന്നു, അവർ തുടങ്ങി വെച്ചത് ഞങ്ങൾ തുടരുന്നു എന്ന് പറയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അധികാരത്തിൽ കയറിയത്? സ്വന്തം അഴിമതിയും കോർപ്പറേറ്റ് പ്രീണനവും മറച്ചുവെക്കാൻ ഇപ്പോൾ UDFന്റെ പത്രങ്ങളും ചാനലുകളും ഇറക്കുന്ന ക്യാപ്സ്യൂളുകൾ ശരിക്കും ആളുകളെ വിഡ്ഢികളാക്കുകയാണ്. ഇന്നത്തെ മനോരമയിലെ മാനിപ്പുലേഷൻ വാർത്തയുടെ തനി നിറം എന്താണ്? ഇപ്പോ സതീശൻ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തതിനെ ന്യായീകരിക്കാനുള്ള കഷ്ടപ്പാടാണ് കേട്ടോ. ചവറയിലെ KMML എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പക്കൽ 5000 കോടി വിലമതിക്കുന്ന 19 ലക്ഷം ടൺ മോണോസൈറ്റ് ശേഖരമുണ്ട്. ഇതിൽ നിന്ന് അപൂർവ ധാതുക്കൾ വേർതിരിച്ചെടുക്കാനുള്ള ഒരു സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ 2025 ജൂണിൽ KMML തികച്ചും സുതാര്യമായി ടെൻഡർ വിളിക്കുന്നു. നിയമപ്രകാരം ഒരു കമ്പനിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇവർ കരിമണൽ വാരാൻ വന്ന കമ്പനിയല്ല, പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ധാതുക്കൾ സംസ്കരിക്കാൻ വന്നവരാണ്. എന്നാൽ ഇപ്പോൾ VD സതീശൻ സർക്കാർ ചെയ്യുന്നത് എന്താണ്? ഈ സുതാര്യമായ പ്ലാൻ നടപടികളെ മറയാക്കി സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനത്തിനുള്ള വാതിൽ പൂർണ്ണമായി തുറന്നു കൊടുക്കാനാണ് നീക്കം നടക്കുന്നത്. എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ VD സതീശൻ നിയമസഭയിൽ ചോദിക്കുകയാണ്, ആലപ്പുഴയിൽ കരിമണൽ വാരാൻ അനുമതി നൽകിയത് ആരാണ് എന്ന്. സതീശൻ സാറേ, ചരിത്രവും തീയതികളും നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാണ്. 2003 ജൂണിൽ AK ആന്റണി സർക്കാരാണ് ശശിധരൻ കർത്തായുടെ സ്വകാര്യ കമ്പനിക്ക് കരിമണൽ ഖനന ലൈസൻസ് നൽകിയത്. 2011 വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഈ കേസിൽ സുപ്രീം കോടതിയിൽ കർത്തായ്ക്ക് വേണ്ടി ഒത്തുകളിച്ച് തോറ്റുകൊടുത്തു. ഇവർ രണ്ടുപേരും LDF നേതാക്കളല്ല. എന്നാൽ സുപ്രീം കോടതി വിധി കയ്യിലുണ്ടായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ വാരാൻ അനുവാദം നൽകിയിരുന്നില്ല. കരിമണൽ വിഷയത്തിൽ LDFന് വ്യക്തമായ പൊതുമേഖലാ നയമുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ കരിമണൽ ഖനനം എങ്ങനെയെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളെ ഏൽപ്പിക്കാനാണ് UDF സർക്കാരിന്റെ നീക്കം. നേരെ അഴിമതിക്കുള്ള പാത തുറക്കൽ. ഓക്കെ, അതൊരു പുതിയ വിഷയമല്ല. പക്ഷേ അതിന് LDFനെ കൂട്ടുപിടിക്കുന്നതിന് മുമ്പ് പണ്ട് 2003 UDF സർക്കാർ ആലപ്പുഴ കടൽ തീരത്ത് കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയ കഥ കൂടി സതീശൻ സാർ ഓർക്കണം. വലിയഴീക്കൽ മുതൽ തോട്ടപ്പള്ളി വരെ 17 കിലോമീറ്റർ തീരം വൻകിട സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ അന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MA ബേബിയും ആലപ്പുഴ MP ആയിരുന്ന VM സുധീരനുമൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ ഒരു പോരാട്ടമുണ്ട്. മത്സ്യത്തൊഴിലാളികളടക്കം തീരദേശ നിവാസികൾ പങ്കെടുത്തു നടത്തിയ ആ മനുഷ്യച്ചങ്ങലയെക്കുറിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ഒരു വിവരവുമില്ലേ? ഇതിലെ കൊള്ളലാഭം മുഴുവൻ ആർക്കാണെന്നറിയാൻ സതീശൻ സർക്കാരിന്റെ അധികം പഴക്കമില്ലാത്ത ആ മംഗലാപുരം ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്ര മാത്രം നോക്കിയാൽ മതി. അദാനി ഗ്രൂപ്പുമായുള്ള ഡീൽ എന്താണെന്ന് ജനങ്ങൾക്ക് പച്ചവെള്ളം പോലെ വ്യക്തമാകും. നാടനും മറുനാടനുമായ കോർപ്പറേറ്റുകൾക്ക് എല്ലാം വിൽക്കുന്ന മോദിയുടെ അതേ അദാനി പ്രേമം തന്നെയാണ് VDക്കും. അവിടെ ഗോഡി മീഡിയ എന്ന് വിളിക്കുന്നത് പോലെ ഇവിടെയും കുറെ എണ്ണം ഉണ്ട് എന്നതാണ് വാസ്തവം. മോദി തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നെഹ്റുവിനെ എടുത്തു വെച്ച് കുറ്റം പറയുന്ന ഒരു വിചിത്ര യുക്തിയുണ്ട്. അവിടുത്തെ മാധ്യമങ്ങൾ ഒരു ലോജിക്കുമില്ലാതെ അതിനെയൊക്കെ അന്ധമായി ന്യായീകരിക്കുന്നത് നമ്മൾ കാണാറുമുണ്ട്. അതേ കോപ്പി പേസ്റ്റ് പരിപാടിയാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത്. UDF എന്ത് അഴിമതി നടത്തിയാലും ജനവിരുദ്ധ നയം നടപ്പാക്കിയാലും അതൊക്കെ LDFന്റെ നെഞ്ചത്താണ്. വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അതിന്റെ എല്ലാം തലപ്പത്ത് LDFന്റെ പേര് ബോധപൂർവം വലിച്ചിട്ട് നുണ പറയുന്ന ഭരണാധികാരികൾക്ക് ഒത്താശ പാടി അനുബന്ധ നുണകൾ നിർമ്മിക്കുകയാണ് മനോരമയെ പോലെയുള്ള മാധ്യമങ്ങൾ.